അദ്കാറുസ് സബാഹ്. അദ്കാറുസ് സബാഹ് എന്നുള്ളത് ഏറ്റവും അഫ്ളൽ, അതിനെ ഏറ്റവും അഫ്ളലായിട്ട് പുരുഷന്മാരാണെങ്കിൽ മസ്ജിദിൽ വെച്ച് ചൊല്ലലാണ്. ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ല, വീട്ടിൽ വെച്ച് ചൊല്ലാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിൽ വെച്ച് ചൊല്ലാം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂടുതൽ അതിന് മനസ്സ് കൂടുതലെടുക്കാൻ, ആ ദിക്റുകൾ കൂടുതലെടുക്കാൻ, അതിൽ ഓരോ ദിക്റുകൾക്കും പല ദിക്റുകൾക്കും പ്രത്യേകമായിട്ട് ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ദിക്റുകൾ ചൊല്ലാൻ തോന്നും. ഒരാൾ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ എന്നുള്ള കാര്യം നമ്മൾ ദിക്ർ പഠിച്ചാൽ നമുക്കറിയാം, ഇത് ഒരാൾക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു രൂപത്തിലുള്ള പ്രയാസങ്ങളും ഏൽക്കുകയില്ല എന്ന കാര്യം ഒരാൾക്ക് അറിയുന്ന സമയത്ത് അയാൾക്ക് കൂടുതൽ ചൊല്ലാൻ താല്പര്യം ഉണ്ടാവും. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ. അതൊരാൾക്ക് 10 ചൊല്ലിയാൽ തന്നെ അയാൾക്ക് പറയപ്പെടുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുതിബ ലഹു ബിഹാ മിഅതു ഹസന മൻ ഖാലഹ 10 മറാത്തിൻ ഹീന യുസ്ബിഹ്. ആരെങ്കിലും രാവിലെ 10 പ്രാവശ്യം പറഞ്ഞാൽ കുതിബ ലഹു ബിഹാ മിഅതു ഹസന, 100 പ്രതിഫലം അവന് ലഭിക്കും. വമുഹിയൻഹു ബിഹാ മിഅതു സയ്യ, 100 തിന്മകൾ അവൻ പുറത്തു കൊടുക്കും. വകാനത് ലഹു അജ്ല റഖബ, ഒരു അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലവും അവനുണ്ട്. ഒരു അടിമയെ മോചിപ്പിക്കാൻ അവസാനമായി അടിമയെ മോചിച്ച ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ കാലത്തൊക്കെ ആഫ്രിക്കയിൽ ചില അടിമകളുണ്ട്, ലക്ഷങ്ങൾ വേണം, വലിയ കാറ് വാങ്ങുന്ന വില വേണം, 10-15 ലക്ഷമൊക്കെ വേണ്ടിവരും ആ കാലഘട്ടത്തിൽ തന്നെ ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ കാലത്ത്. ഇത് 10 എണ്ണം പറയുന്ന ഒരാൾക്ക് ലഭിക്കുകയാണ്. വഹഫുള ബിഹാ യൗമ ഇദിൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ അവൻ സംരക്ഷണം ലഭിക്കുകയാണ്. വമൻ ഖാല മിസ്ല ദാലിക ഹീന യുംസി, ഇനി വൈകുന്നേരം ഒരാൾ ചൊല്ലിയാൽ കാന ലഹു മിസ്ല ദാലിക, അവന് അതുപോലെയുള്ള പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അത് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ കാര്യം, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസി ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. രാവിലെ ഒരാൾ ദൃഢബോധ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി അവൻ കൃത്യമായി ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിനോട് ഏറ്റു പറയണം, അള്ളാഹു നീയാണ് എന്റെ റബ്ബ്, നീയാണ് എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ കരാറിലും ഉടമ്പടിയിലുമാണ്, എനിക്ക് സാധിക്കുന്നത് പോലെ ഞാൻ അത് പാലിക്കുന്നുണ്ട്. അള്ളാഹുവെ, ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകളിൽ നീ എനിക്ക് അതിൽ നിന്ന് രക്ഷ തേടുന്നു, നിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ എന്റെ പാപങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, അത് പുറത്തു തരണം, നീ അല്ലാതെ മറ്റാരും പുറത്തു തരാനില്ല. ഈ ചിന്തയോടുകൂടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ദിവസം അവൻ മരണപ്പെടുകയാണെങ്കിൽ ഫഹു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ പെടുകയാണ്. ഒമൻ ഖാലഹ മിനൽ ലൈൽ, അതുപോലെ രാത്രിയിൽ അസ്കാറുൽ മസാ വഹു മുഖിനുൻ ബിഹാ ഫമാത ഖബ്ല അൻ യുസ്ബഹ്, രാവിലെ ആകുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ ഫഹു മിൻ അഹ്ലിൽ ജന്ന. ഇതറിയുന്ന സമയത്ത് നമുക്ക് ഇത് ചൊല്ലാൻ നമുക്ക് തോന്നും, അതൊരു മിനിറ്റില്ലേ ചൊല്ലാൻ, 10 സെക്കൻഡ് മതി, ഇത്രയും പ്രതിഫലമുള്ള കാര്യമാണ്. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ചൊല്ലുക. ആ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ അങ്ങനെ ചൊല്ലിയതായി ഹദീസിൽ വന്നിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ളൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ മസ്ജിദിൽ വെച്ച് ഇരുന്ന് അങ്ങനെ നിസ്കരിക്കലാണ്, അങ്ങനെ ദിക്ർ ചൊല്ലലാണ്. ഒരാൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദിക്ർ ഒഴിവാക്കരുത്. അയാൾ വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലുക. വീട്ടിലെത്തിക്കഴിഞ്ഞാലും നമ്മൾ ആ ദിക്ർ ചൊല്ലിയിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച ദിക്റുകൾ പൂർത്തിയാക്കുക. ഇത് നമ്മൾ പരമാവധി നമ്മൾ ചെയ്താൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഒരാൾക്ക് പൂർണ്ണമായി എല്ലാ ദിക്റുകളും ചൊല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിലോ പൂർണ്ണമായി ഒഴിവാക്കരുത്. അറിയുന്ന പ്രധാനപ്പെട്ടത് നമ്മൾ ചൊല്ലുക. ഇനി ഒരാൾക്ക് അതിനുവേണ്ടി കിതാബുകളോ അല്ലെങ്കിൽ ഇന്ന കാലത്ത് മൊബൈലിൽ ഇത്തരത്തിലുള്ള ആപ്പുകളുണ്ട്, ആൻഡ്രോയിഡിലും ആപ്പുകളിലൊക്കെ ഇങ്ങനത്തെ ആപ്പുകളുണ്ട്, നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം ആളുകൾക്ക് മൊബൈലിൽ പല കാര്യങ്ങളും അറിയാം. ഇന്നത്തെ ആളുകൾക്ക് പല കാര്യങ്ങളും മൊബൈലിൽ പല കാര്യങ്ങളും അറിയാം. എന്നാൽ ഇങ്ങനെ ഒരു ദിക്റിന്റെ കാര്യം എത്ര ശ്രേഷ്ഠമുള്ള കാര്യമാണ്. നമ്മൾ നോക്കി ചൊല്ലിയാൽ കൂലി കിട്ടൂല എന്ന് ആരും പറഞ്ഞിട്ടില്ല. നോക്കി ചൊല്ലിയാൽ കൂലി കിട്ടൂല ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കി ചൊല്ലാം. കാരണം ചില ആളുകൾക്ക് ഹിഫ്ള് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ചൊല്ലുമ്പോൾ ചിലതൊക്കെ വിട്ടുപോകുന്നുണ്ടാവും, ചില ദിക്റുകൾ നമ്മൾ വിട്ടുപോകും അറിയാതെ. അപ്പൊ അതിനിടക്കിടക്ക് നമ്മൾ അങ്ങനെ കിതാബ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംവിധാനം നോക്കുകയാണെങ്കിൽ വിട്ടുപോയതൊക്കെ നമ്മൾ ഓർമ്മ വരും. അല്ലെങ്കിൽ നമ്മൾ ഹിഫ്ളിൽ ചിലപ്പോൾ ചില ദിക്റുകൾ നമ്മൾ വിട്ടുപോകും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് അഫ്ളൽ മസ്ജിദിലാണ് സാധിക്കുന്നില്ലെങ്കിൽ നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ ദിക്ർ ചൊല്ലാം. ദിക്റിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇരുന്നുകൊണ്ട് തന്നെ ചൊല്ലണമെന്നില്ല, ഒരാൾക്ക് ചാരി ഇരുന്നുകൊണ്ടുമെല്ലാം കിടന്നുകൊണ്ടുമെല്ലാം എങ്ങനെയും ചൊല്ലാം. ദിക്റുകൾ നമ്മൾ പരമാവധി അത് പൂർത്തിയാക്കുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്.